നമസ്കാരം. ട്രംപിന് നേരെ തോക്ക് ചൂണ്ടി അക്രമി പ്രത്യക്ഷപ്പെട്ടതിന് പിന്നിൽ എന്ത്, ആര് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഉയരുന്നത്. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെ നടന്ന വെടിവയ്പ് സംഭവത്തിന് പിന്നാലെ ഇറാൻ ഒരു പുതിയ ലെഗോ സ്റ്റൈൽ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇത് ആഗോള രാഷ്ട്രീയ യുദ്ധത്തിന്റെ പുതിയ രൂപമായ നരേറ്റീവ് വാർഫെയർ എന്ന തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നതാണ് ഇതിന്റെ യഥാർത്ഥ പശ്ചാത്തലം. ഡൊണാൾഡ് ട്രംപ് നേരിട്ട ആക്രമണത്തെ ഇറാൻ നേരിട്ട് ഏറ്റെടുത്തിട്ടില്ല എങ്കിലും സംഭവത്തെ ഉടൻ പ്രചരണ ആയുധമാക്കി മാറ്റിയ രീതിയാണ് ശ്രദ്ധേയമാകുന്നത്. വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത അത്താഴ വിരുന്നിനിടെ ഉണ്ടായ വെടിവെപ്പിനെ പരിഹസിച്ചുള്ള ആനിമേഷൻ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ്. ഇറാൻ പുറത്തിറക്കിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ലെഗോ കളിപ്പാട്ടങ്ങളുടെ രൂപത്തിലുള്ള ആനിമേഷനിലൂടെ ട്രംപിന്റെ നേതൃത്വത്തെയും സുരക്ഷാ വീഴ്ചകളെയും പരിഹസിക്കുന്നതാണ് വീഡിയോ. ട്രംപിന്റെ റേറ്റിംഗ് ഇടിയുമ്പോൾ ശ്രദ്ധ തിരിക്കാനായി അദ്ദേഹം നടത്തുന്ന നാടകമാണ് ഈ വെടിവയ്പെന്നാണ് വീഡിയോയിൽ ആരോപിക്കുന്നത്. നിങ്ങളുടെ പോളുകൾ ഇടിയുമ്പോഴെല്ലാം നിങ്ങൾ ഇതേ തന്ത്രം പുറത്തെടുക്കുന്നു. ട്രംപിന്റെ ജനപ്രീതി കുറയുമ്പോൾ നിങ്ങൾ ഇത്തരം നാടകങ്ങൾ ഉണ്ടാക്കുമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ഇറാൻ അനുകൂലികളായ എക്സ്പ്ലോസീവ് മീഡിയ എന്ന ഗ്രൂപ്പാണ് വീഡിയോയ്ക്ക് പിന്നിൽ എന്നാണ് സംശയിക്കുന്നത്. സമാനമായ ലെഗോ വീഡിയോകൾ പ്രചരിപ്പിച്ചതിന് ഈ ഗ്രൂപ്പിനെ ഈ മാസം ആദ്യം യൂട്യൂബ് നിരോധിച്ചിരുന്നു. ട്രംപിനെ അതീവ ദുർബലൻ എന്നും അഹംഭാവമുള്ളവൻ എന്നും വീഡിയോയിൽ പരിഹസിക്കുന്നുണ്ട്. പൊതുവേദിയിൽ കരുത്തനാകാൻ ശ്രമിക്കുന്ന ട്രംപിനെ അണിയറയിൽ ആളുകൾ നോക്കി ചിരിക്കുകയാണെന്നും വീഡിയോയിൽ ആരോപിക്കുന്നു. രാജ്യം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ട്രംപിന്റെ സ്വന്തം അനുയായികൾ പോലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ പിഴവുകൾ തിരിച്ചറിഞ്ഞു. ട്രംപ് ഒരു പരാജിതനാണ് എന്നുമാണ് വീഡിയോയിൽ പറയുന്നത്. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹാളിൽ ശനിയാഴ്ച രാത്രി, അതായത് US സമയം, മാധ്യമപ്രവർത്തകർക്കായി ഒരുക്കിയ അത്താഴ വിരുന്നിനിടെയായിരുന്നു വെടിവയ്പുണ്ടായത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പ്രസിഡന്റിനെയും പ്രഥമ വനിത മെലാനിയെയും ചടങ്ങിൽ നിന്ന് മാറ്റി. അപ്രതീക്ഷിതമായ ആക്രമണം US ഭരണനിര ഒന്നടങ്കമുള്ള ചടങ്ങിൽ വലിയ ഭീതിയും പരിഭ്രാന്തിയുമാണ് ഉണ്ടാക്കിയത്. അക്രമി 8 തവണയാണ് വെടിമുഴക്കിയത്. അക്രമിയെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തിരുന്നു. അന്വേഷണങ്ങൾ പ്രകാരം നടന്നത് ട്രംപ് ഭരണകൂടത്തെ ലക്ഷ്യമിട്ട രാഷ്ട്രീയ പ്രേരിത ആക്രമണമാണെന്നും സൂചനകളുണ്ട്. അതായത് ഇതുവരെ ലഭ്യമായ തെളിവുകൾ പ്രകാരം ഇത് ഇറാൻ നേരിട്ട് നടത്തിയ ആക്രമണം എന്നതിന് തെളിവുകളൊന്നുമില്ല. എന്നാൽ അതിനുശേഷമുള്ള ഇറാന്റെ പ്രതികരണമാണ് കൂടുതൽ രാഷ്ട്രീയ പ്രസക്തി ഉള്ളത്. സംഭവത്തിന് മണിക്കൂറുകൾക്കകം തന്നെ ലെഗോ സ്റ്റൈൽ സാറ്റയർ വീഡിയോ പുറത്തിറക്കിയത് ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ പ്രചരണ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വീഡിയോ ട്രംപിന്റെ നേതൃത്വത്തെയും സുരക്ഷാ പരാജയങ്ങളെയും പരിഹസിക്കുന്നതിനോടൊപ്പം പ്രതിസന്ധികളെ ട്രംപ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന നരേറ്റീവ് ശക്തിപ്പെടുത്തുന്നു. ഇവിടെ പ്രധാനമായും ഉയരുന്ന ചോദ്യം ഇത് ഇറാന്റെ തന്ത്രമാണോ എന്നതാണ്. നേരിട്ട് ആക്രമണം നടത്തിയതായി തെളിവില്ല എങ്കിലും ഇറാൻ ഈ സംഭവത്തെ സൈക്കോളജിക്കൽ വാർഫെയർ ആയി ഉപയോഗിച്ചിരിക്കുകയാണ്. ഇന്നത്തെ യുദ്ധങ്ങൾ ബോംബുകളിലൂടെ മാത്രമല്ല, സൈബർ യുദ്ധങ്ങൾ, മീമുകൾ, വൈറൽ വീഡിയോകൾ എന്നിവ വഴിയും നടക്കുന്നു. ഇറാൻ ഇതിനകം തന്നെ ആധികാരികമായ ലെഗോ വീഡിയോകൾ ഉപയോഗിച്ച് അമേരിക്കയ്ക്കെതിരെ പ്രചരണ യുദ്ധം നടത്തുന്നതായി പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇത് ഇറാന്റെ ചാവേർ പോരാളിയുടെ ആക്രമണമാകുമോ എന്ന സംശയം രാഷ്ട്രീയമായി ഉയരുന്നുണ്ടെങ്കിലും നിലവിലെ അന്വേഷണ വിവരങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അക്രമി വ്യക്തിപരമായ രാഷ്ട്രീയ അതൃപ്തിയും ട്രംപ് വിരുദ്ധ നിലപാടുകളും പ്രകടിപ്പിച്ച വ്യക്തിയാണ് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇത് അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായ അക്രമമാണ് എന്ന വിലയിരുത്തലാണ് കൂടുതൽ ശക്തമായത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട വലിയ ചിത്രം മറ്റൊന്നാണ്. ഇറാൻ ഈ സംഭവത്തെ ഉപയോഗിച്ച് എന്ത് നേടുന്നു? ഒന്നാമതായി, അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷാ ദൗർബല്യം ലോകത്തിനു മുന്നിൽ കാണിക്കാനാകുന്നു. രണ്ടാമതായി, ട്രംപിന്റെ നേതൃത്വ ഇമേജിനെ തകർക്കാൻ ഒരു പ്രചരണ ആയുധം ലഭിക്കുന്നു. മൂന്നാമതായി, യുദ്ധഭൂമിയിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം സൈബർ യുദ്ധത്തിൽ മേൽക്കൈ നേടാൻ കഴിയുന്നു. ഈ സംഭവം 2 തലങ്ങളിൽ കൂടി വായിക്കേണ്ടതുണ്ട്. ഒന്നാമത്, അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയ ആക്രമണത്തിന്റെ ഭീഷണി. രണ്ടാമത്, ഈ ആക്രമണത്തെ ഉപയോഗിച്ച് ഇറാൻ നടത്തുന്ന നരേറ്റീവ് യുദ്ധം. ഇറാൻ നേരിട്ട് ആക്രമിച്ചു എന്നതിന് തെളിവില്ല എങ്കിലും ആക്രമണത്തിന് പിന്നാലെ നടന്ന പ്രചരണ നീക്കങ്ങൾ കാണിക്കുന്നത് വ്യക്തമാണ്. ഇന്നത്തെ ലോകത്ത് യഥാർത്ഥ യുദ്ധം തോക്കുകളാൽ മാത്രം നടക്കുന്നതല്ല, കഥകൾ നിയന്ത്രിക്കുന്നവരാണ് വിജയിക്കുന്നത്.